നിങ്ങൾ ഇതിനു മുന്നേ യോഗ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അതെ മാം. യോഗ ഇഷ്ടമാണോ? ആ. ഓക്കെ. അപ്പൊ നമ്മള് ബേസിക് ആയിട്ട് ഇന്നത്തെ സെഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കൂട്ടാനും ക്ലാസ്സിൽ അറ്റൻഷൻ ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ്. അങ്ങനത്തെ ഒരു യോഗ സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മള് യോഗയിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് എക്സസൈസുകളുണ്ട്, അതാണ് നമ്മൾ പ്രാണായാമാസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ യോഗ ആസനാസ് ഉണ്ട്. ആസനാസ് എന്ന് പറയുമ്പോൾ ഓരോ പോസ്ചേഴ്സ്, നമ്മൾ ഓരോ പോസ്ചറിൽ ബ്രീത്തിങ്ങും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ ആസനാസ് ചെയ്യുന്നതാണ് യോഗ ആസനാസ്. പിന്നെ അതുപോലെ മെഡിറ്റേഷൻസ് വരും. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ഇത്രയും കാര്യങ്ങളാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ എല്ലാ കാര്യങ്ങളും നമ്മളെ ബേസിക്കലി ഒറ്റ സംഭവമാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. കാരണം നമ്മുടെ മൈൻഡും ബോഡിയും കാമായി ഒരു സ്റ്റേറ്റ് ഓഫ് പീസിൽ എത്തുന്നതാണ് യോഗയുടെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു മൈൻഡിന് ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പീസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ? മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ നമ്മള് ആ മൈൻഡ് എങ്ങനെ കാമാക്കാം, എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാം. അപ്പം ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഒത്തിരി തോട്ട്സ് വരുന്നത്. അതിനെപ്പറ്റി ആലോചിക്കും, വീട്ടിലെ കാര്യം ആലോചിക്കും, ഫ്രണ്ട്സിന്റെ കാര്യം ആലോചിക്കും, അങ്ങനെ ഒത്തിരി തോട്ട്സ് വരും ക്ലാസ്സിലിരിക്കും. പക്ഷെ ഈ തോട്ട്സിനെ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ തോട്ട്സിന്റെ കൂടെ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആരാണ്? നമ്മളാ തീരുമാനിക്കേണ്ടത്. അപ്പൊ അത് തീരുമാനിക്കാൻ ഉള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ മൈൻഡ് കാം ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. അപ്പൊ അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ ബേസിക് ടെക്നിക്സ് ഇന്നിപ്പോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന എല്ലാ ടെക്നിക്സും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഒന്നെങ്കിൽ ഡെയിലി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ എക്സാമിന് മുന്നേക്കെ ആയിട്ട് നിങ്ങൾ എല്ലാം പഠിച്ചു പിന്നെ മറന്നു പോകുന്നുള്ള ടെൻഷൻ, നാളെ അല്ലേ എഴുതാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, അങ്ങനത്തെ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ചെറിയ ബ്രീത്തിങ് എക്സസൈസുകളോ അല്ലെങ്കിൽ യോഗാസനാസോ ഒന്നോ രണ്ടോ എണ്ണം ആണെങ്കിലും മതി. നിങ്ങൾ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാമാവും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് കിട്ടാനായിട്ട് ഉള്ള ചെറിയ ചെറിയ ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയാണോ? ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് നമ്മൾ യോഗ എപ്പോ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ഓം ചാൻഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് കുറച്ച് റിലീജിയസ് അല്ലേ എന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല. ഓം എന്ന് പറയുന്നത് ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണ് സൗണ്ട്സ് എല്ലാം. അപ്പൊ അതിൽ ഏറ്റവും പോസിറ്റീവും നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വൈബ്രേഷൻ ആണ് ഓം വൈബ്രേഷൻ അല്ലെങ്കിൽ ഓം എന്ന് പറയുന്ന സൗണ്ട്. അപ്പൊ ഈ ഓം ചാൻഡിങ്ങില് അത് നമുക്ക് കേൾക്കുമ്പോൾ അതൊരു ഒറ്റ വേർഡ് ഓം എന്ന് മാത്രം നമുക്ക് തോന്നുന്നു. പക്ഷെ അതിൽ 3 സിലബിൾസ് കൂടിയതാണ് ഈ ഓം എന്ന് പറയുന്നത്. അതിൽ അക്കാര എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദമാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വരുന്നത് ഉക്കാര എന്ന് പറഞ്ഞ ഊ ശബ്ദം. പിന്നെ വരുന്നത് മക്കാര, ദാറ്റ് ഇസ് മാ സൗണ്ട്. അപ്പൊ ഇത് 3ഉം കൂടെ കൂടിയിട്ടാണ് ഈ ഓം എന്ന് പറയുന്ന സൗണ്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ബിഗിൻ ചെയ്യുന്ന ഓം ചാൻഡിങ്ങിലൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെറിയ ബ്രീത്തിങ് എക്സസൈസ്, നമ്മുടെ മൈൻഡ് ഒന്ന് ആ ഒരു യോഗ ചെയ്യാനുള്ള വേണ്ടി നമ്മുടെ മൈൻഡിനെയും ബോഡിനെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ യോഗ ആസനാസ് ചെയ്യും. അത് സ്റ്റാൻഡിങ്ങിൽ ചെയ്യും, സിറ്റിങ്ങിൽ ചെയ്യും, കിടന്നിട്ട് ചെയ്യും, അങ്ങനെ പല പോസ്റ്ററിലും ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാണായാമാസ് ചെയ്യും. അത് കഴിഞ്ഞ് മെഡിറ്റേഷനിലൂടെ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പോകുന്നത്. ഓക്കെ. ഇപ്പൊ എല്ലാവരും കംഫർട്ടബിൾ ആയിട്ട് പോസ്റ്ററിലിരിക്കുക. ചമ്രം പറഞ്ഞ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ. അതിനുശേഷം നിങ്ങൾ കൈ ചിൻ മുദ്രയിൽ വെക്കുക. നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറും തമ്പും കൂടെ ജോയിൻ ചെയ്ത് ചിൻ മുദ്രയിലാക്കിയിട്ട് നിങ്ങളുടെ മുട്ടിന്റെ മേലെ വെക്കുക. ഓക്കെ. എല്ലാവരും സ്പൈൻ സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുക. അങ്ങനെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ എനർജി ഫ്ലോ കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ടാണ്. എല്ലാവരും ഓക്കെ ആണോ? ഇത് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നമ്മൾ ഫസ്റ്റ് ഓം ചാൻഡിങ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു 3 ടൈംസ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ഇൻഹെയിൽ ചെയ്യുക,
ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. കണ്ണടച്ച് ഇൻഹെയിൽ ചെയ്ത് ഓം ചാൻഡ് ചെയ്യുക. ഇൻഹെയിൽ. Once again, inhale. Once again, inhale. Now, inhale deeply and slowly. Exhale it out completely. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അറിയുക. അത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ സെൽസിലും എത്തുന്നത് അറിയുക. അവിടെ നിന്ന് തിരിച്ച് ഓരോ സെൽസിൽ നിന്നും ഈ ശ്വാസം തിരിച്ച് മൂക്കിലൂടെ തന്നെ പുറത്തേക്ക് പോകുന്നത് അറിയുക. ഓരോ ഇൻഹലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നത്. ഓരോ തവണ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സ്ഹെയിൽ എന്ന് പറയുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നത്. ഓരോ തവണ എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക. ഇൻഹെയിൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. നിങ്ങൾ ഇനി ഒരു യോഗിക് സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്ന് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അറിയിക്കുക. അതിനായി നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പ്രിപ്പയർ ചെയ്യുക. ഓരോ തവണ ശ്വാസം എടുക്കുമ്പോഴും അത് നിങ്ങളുടെ ശരീരത്തിലൂടെ പ്രവേശിച്ച് ഓരോ സെൽസിലേക്കും അതെത്തുന്നതായിട്ട് നിങ്ങൾ അറിയുക. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് പോകുന്നതും അറിയുക. Inhale, exhale, inhale, exhale, inhale, exhale. നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ വളരെ കാമാണ്, പീസ്ഫുൾ ആണ്. നിങ്ങളുടെ ശരീരം വളരെയധികം കാം ആൻഡ് റിലാക്സ്ഡ് ആണ്. ഓരോ സെൽസും നിങ്ങൾ ചെയ്യാൻ പോകുന്ന യോഗ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതിൽ ഓരോ സെൽസും തയ്യാറെടുത്തു കഴിഞ്ഞു. Now you are in a state of yogic state and in a state of meditation. Feel the calmness inside your body and feel the relaxation. Once again, inhale deeply and slowly. Exhale it out completely. Inhale, exhale. Now you're completely relaxed. Now rub your palms together. രണ്ട് കൈയും കൂട്ടിത്തിരുമുക. രണ്ട് പാംസും നല്ലപോലെ റബ്ബ് ചെയ്യുക. അതിനുശേഷം അത് നിങ്ങളുടെ കണ്ണിന്റെ മുകളിലേക്ക് വെക്കുക. അപ്പൊ ഒരു ചെറിയ ചൂട് അനുഭവപ്പെടുന്ന അറിയുക. Once again, rub your palms together. Keep it over your eyes. Feel the warmth over your eyes.
Once again, rub your palms together. Keep it over your eyes. Feel the warmth over your eyes. And now slowly open your eyes and look into your palms with a smile. So, namaste. നമ്മളിപ്പം ആ ഒരു യോഗിക് സ്റ്റേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ബോഡിയും മൈൻഡും റെഡി അല്ലേ യോഗ ചെയ്യാൻ? നിങ്ങൾക്ക് ആ ഒരു റെഡിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോ കേട്ടോ. എന്തെങ്കിലും മനസ്സിലാവാതെ വരുവാണെങ്കിലും പറയണേ. പിന്നെ നമ്മൾ യോഗ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ലൂസനിങ് ആൻഡ് വാം അപ്പ് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് റൊട്ടേഷൻ ആണ്. നമ്മൾ ഹാഫ് റൊട്ടേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രണ്ടിൽ ചെയ്യും, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ ചെയ്യും. അങ്ങനെ ഹാഫ് റൊട്ടേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഇനി ബാക്കിലോട്ട് 1 2 3 4 5 6. ഇനി നിങ്ങളുടെ തല സെന്ററിലേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ ഷോൾഡർ റൊട്ടേഷൻ ആണ്. നിങ്ങളുടെ കൈ മുട്ടിന്റെ മേലെ തന്നെ വെക്കുക. അതിനുശേഷം ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക. ഫസ്റ്റ് ബാക്ക്വേർഡ് റൊട്ടേഷൻ 1 2 3 4 5 6 7 8 9 10. In a reverse 1 2 3 4 5 6 7 8 9 10. ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ബെൻഡ് ചെയ്ത് മേളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ഷോൾഡറിന്റെ ബാക്കിൽ തുടങ്ങും. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് റൈറ്റ് ഹാൻഡിന്റെ എൽബോയിൽ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലീസ്. ഇനി ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് ബെൻഡ് ചെയ്ത് ഷോൾഡറിന്റെ ബാക്ക് ടച്ച് ചെയ്യുക. റൈറ്റ് ഹാൻഡ് വെച്ച് ലെഫ്റ്റ് എൽബോ ഹോൾഡ് ചെയ്യുക. Stretch to the right side. Maintain 1 2 3 4 5 6 7 8 9 10. Release. സോ ഇപ്പൊ നമ്മൾ വാം അപ്പ് കഴിഞ്ഞു. നിങ്ങളുടെ ബോഡി ഒന്ന് വാംഡ് ആയി. ഇനി അടുത്ത് നമ്മൾ യോഗാസനാസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് നമുക്ക് സ്റ്റാൻഡിങ് പോസ്ചർ ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഫസ്റ്റ് നമ്മൾ താടാസന എന്ന് പറഞ്ഞ പോസ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന എല്ലാ പോസ്റ്റേഴ്സും നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ ഒരു സ്റ്റെബിലിറ്റി, ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പോസ്റ്ററുകളാണ് കൂടുതൽ നമ്മളിന്ന് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന താടാസനമാണ്. അതിൽ കാല് അടുപ്പിച്ച് വെക്കുക. കൈ ഇന്റർലോക്ക് ചെയ്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് ഹെഡിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം ഇൻഹെയിൽ ചെയ്തുകൊണ്ട് സ്ട്രെച്ച് ചെയ്യണം. ഞാൻ ചെയ്യുന്നത് നോക്കിപ്പോ അത് കഴിഞ്ഞിട്ട് ചെയ്യാം. സ്ട്രെച്ച് ചെയ്ത് മേളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ടോസിൽ നിങ്ങളുടെ കാലിന്റെ വിരലുകളിൽ വേണം നിൽക്കാൻ. ആൻഡ് കൈ മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. കാണാൻ പറ്റുന്നുണ്ടോ? കൈ മേളിലേക്ക് സ്ട്രെച്ച് ചെയ്യണം. ഫുൾ ബോഡി സ്ട്രെച്ച് ആവണം. കിട്ടുന്നുണ്ടോ? എന്നിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം കണ്ട് ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ബാലൻസോടെ നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരു 10 സെക്കൻഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ സമയത്ത് നോർമൽ ബ്രീത്തിങ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. Exhale and release. Once again. ഒന്നും കൂടെ. അപ്പൊ once again. Inhale and stretch up. Stand on your toes. Maintain. 1 2 3
4, 5, 6, 7, 8, 9, 10. Exhale and release. Once again, ഒരു റൗണ്ടും കൂടെ ചെയ്യാം. Inhale and stretch up. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Okay. ഇപ്പൊ നമ്മൾ ചെയ്ത് താടാസനാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ആസനമാണ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൃക്ഷാസനമാണ്. വൃക്ഷാസനം എന്ന് പറയുമ്പോൾ, വൃക്ഷം എന്ന് പറയുമ്പോൾ എന്താ, മരം. അപ്പൊ മരത്തിനോട് സാമ്യമുള്ള ഒരു ആസനമാണിത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് കാല് മടക്കി കാണിച്ചുതരാം. ഫസ്റ്റ് കാലിന്റെ കാണിച്ചുതരാം, അത് കഴിഞ്ഞ് നമുക്ക് കൈയുടെ നോക്കാം. കാല് നിങ്ങളിപ്പോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് മുട്ടിന്റെ താഴെ കാല് വെച്ചാൽ മതി. നിങ്ങളുടെ കാലിന്റെ പാദം മുട്ടിന്റെ താഴെയായിട്ട് പ്രസ് ചെയ്ത് വെക്കുക. ഇച്ചിരി മൈലേക്ക് അത് കിട്ടും. അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണേ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞ് കൈ മേളിലേക്ക് വെച്ച് കൈ ഇങ്ങനെ പോയിന്റ് ചെയ്ത് മേളിലേക്ക് വരണം. ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കൈ ഹിപ്പിൽ വെച്ചാലും മതി. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കൈ മേളിലേക്ക് പൊക്കുക. ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നോർമൽ ബ്രീത്തിങ്ങിൽ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. 1, 2, 3, 4, 5. മുട്ടിന്റെ താഴെ വെച്ചാൽ മതി കാല്. 6, 7, 8, 9, 10. Exhale and release. Once again. മുട്ടിന്റെ താഴെയിട്ട് കാല് വെക്കുക. Inhale. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഇനി ഓപ്പോസിറ്റ് കാല്. ലെഫ്റ്റ് ലെഗ് റൈറ്റ് മുട്ടിന്റെ താഴെ വെക്കുക. കുറച്ചും കൂടെ നിങ്ങൾ പ്രാക്ടീസ്ഡ് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടെ മേളിലേക്ക് കയറ്റി തൈസിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ വെക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് മുട്ടിന്റെ താഴെ വെച്ച് ചെയ്യാം. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇൻഹെയിൽ. മെയിൻറ്റെയിൻ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Other side. Inhale. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Last round, left side. Inhale and stretch up. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഇനി നിങ്ങൾ കൈകൾ പുറകിൽ കെട്ടി കാല് കുറച്ച് അകത്തി കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പം ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ചെയ്യുക. നമ്മൾ ആസനാസിന്റെ ഇൻ ബിറ്റ്വീൻ റിലാക്സേഷനും കൂടെ ചെയ്യണം. സ്റ്റാൻഡിങ് പോസ്റ്ററിലെ ഒരു റിലാക്സേഷൻ പോസ്റ്ററാണ് ഇത്. കൈ പുറകിൽ കെട്ടി കാലുകൾ അകത്തി ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന പോസ്റ്റർ. ഓക്കെ, ഇനി നിങ്ങൾ കാല് സ്പ്രെഡ് ചെയ്യുക സൈഡിലേക്ക്. കാല് വൈഡാക്കി വെക്കുക. ഫസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യുന്നത്. ഇത് ത്രികോണാസനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിലേക്ക്, ഫീറ്റ് കുറച്ച് അങ്ങോട്ടേക്ക് ട്വിസ്റ്റ് ചെയ്ത് വെക്കുക. കൈ രണ്ടും രണ്ട് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് റൈറ്റ് സൈഡില് ലെഗിന് ടച്ച് ചെയ്യുക. മേളില് കൈ സ്ട്രെയിറ്റ് ആയിട്ട് മേളിലേക്ക് പൊക്കി വെക്കണം. ഫ്രണ്ടിലേക്ക് വരാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ആ കൈ പെരളിലേക്ക് നോക്കുക. മെയിൻറ്റെയിൻ 1, 2, 3, 4,
5, 6, 7, 8, 9, 10. Exhale and come up. ഇനി അതുപോലെ ലെഫ്റ്റ് സൈഡ് കാല് ചെരിച്ച് വെക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. റൈറ്റ് ഹാൻഡിലേക്ക് മേളിലേക്ക് നോക്കുക. മെയിൻറ്റെയിൻ ദ പോസ്ചർ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Once again, right side. Inhale. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Left side. Inhale. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Once again to the right side. Inhale. Look up. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Last round, the left side. Inhale. Look up. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Join your legs together and release. ഇനി നമ്മള് ടേബിൾ ടോപ്പ് പൊസിഷൻ നിന്നിട്ടുള്ള ഒരു ആസനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും മാറ്റില് ഇങ്ങനെ നിൽക്കുക. ഇതിൽ കൈമുട്ടിന്റെ അവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള അത്രയും ലെങ്തില് കൈ പിടിക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർജാരാസനം എന്ന് പറയും. കാറ്റ് ആൻഡ് കൗ പോസ്ചർ. അതിൽ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പൈനിന്റെ ഭാഗം താഴത്തേക്ക് ബെൻഡ് ചെയ്യുക. ആൻഡ് ഹെഡ് ഷുഡ് ബി അപ്പ് ആൻഡ് മെയിൻറ്റെയിൻ. അതിനുശേഷം എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അബ്ഡോമൻ സ്ക്വീസ്ഡ് ഇറ്റ് ഇൻവേർഡ്സ്, അകത്തേക്ക് സ്ക്വീസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഹെഡ് താഴത്തേക്ക് വരണം. ഓക്കെ, അപ്പൊ ഇൻഹെയിൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Last round. Inhale, exhale, release. ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ലെഫ്റ്റ് ലെഗ് ബാക്കിലേക്കും സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആസനയാണ്. സോ മെയിൻറ്റെയിൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഇനി അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് ലെഗ് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. മെയിൻറ്റെയിൻ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Once again, right hand and left leg. Inhale. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Left hand and right leg. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Last round. ഒരു വട്ടം കൂടെ ചെയ്യാം. Right hand and left leg. Maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Left hand and right leg. Maintain.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale. ഇനി ഒരു റിലാക്സേഷൻ പോസ് ആണ്. നിങ്ങൾ ബാക്കിലേക്ക് ബെൻഡ് ചെയ്ത് തല മാറ്റിൽ മുട്ടിച്ച് ഇങ്ങനെ കിടക്കണം. ഇതിന് നമ്മൾ ശശാങ്കാസനം എന്ന് പറയും. ഇതൊരു റിലാക്സേഷൻ പോസ് ആണ്. ഇതിൽ റിലാക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കോൺസെൻട്രേറ്റ് ഓൺ യുവർ ബ്രീത്തിങ്. Relax your mind and body and be calm. Concentrate on your breathing. ഈ പോസ്റ്റിൽ നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും കൂടുന്ന ഒരു പോസ്റ്റാണിത്. ഒത്തിരി സ്ട്രെസ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നിങ്ങൾ കമർന്ന് കിടക്കുക. മാറ്റില് നിങ്ങളുടെ 2 കൈയും നിങ്ങളുടെ ഷോൾഡറിന്റെ താഴെയായിട്ട് മാറ്റിൽ പ്രസ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഹെഡ് മേളിലേക്ക് ഉയർത്തുക. ഹെഡും നിങ്ങളുടെ ചെസ്റ്റ് പാർട്ടും മേളിലേക്ക് ഉയർത്തുക. ഫ്രണ്ടിലേക്ക് നോക്കുക. ആ പോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോർമൽ ബ്രീത്തിങ്ങിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഹെഡ് മാറ്റിൽ മുട്ടിക്കുക. നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് റേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷോൾഡർ ബ്രോഡ് ആക്കി വെക്കണം. Once again, inhale, maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Once again, inhale, maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Last round. Inhale, maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. നിങ്ങളുടെ കൈകൾ രണ്ടും താഴെയുടെ അടിയിലേക്ക് വെക്കുക. കൈയുടെ മേലിലായിട്ട് താഴെ വെക്കുക. റിലാക്സ് ചെയ്യുക. നമ്മളിപ്പോ ചെയ്ത ആസനമാണ് ഭുജംഗാസനം അല്ലെങ്കിൽ കോബ്ര പോസ് എന്ന് പറയും. Concentrate on breathing and relax. ഓക്കെ, ഇനി നിങ്ങൾ കമന്ന് കിടക്കുക. നാഷ്ടില് കമന്ന് കിടക്കുക. രണ്ട് കൈകളും സൈഡിലായിട്ട് വെക്കുക. ഇനി ഓൾട്ടർനേറ്റീവ്ലി നമ്മൾ ലെഗ് റേസ് ചെയ്യുന്ന പോസാണ്. അതിന് നമ്മുടെ കാലിന്ന് മേലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇൻഹെയിൽ ആൻഡ് റേസ് യുവർ റൈറ്റ് ലെഗ് അപ്പ്. Exhale and bring it down. Now inhale and raise your left leg up. Exhale and bring it down. Once again, inhale and raise your right leg up. Right, ഒരു ലെഗ് പൊക്കുമ്പോൾ മറ്റേ ലെഗിന്റെ മുട്ട് മാറ്റി തന്നെ മുട്ടിയിരിക്കണം, പൊങ്ങാൻ പാടില്ല കേട്ടോ. Exhale and release. Now inhale and raise your left leg up. Exhale and release. Inhale your right leg up.
Exhale and release. Inhale your breath leg up. Exhale and release. ഇനി നിങ്ങൾ രണ്ട് കാലും കൂടെ ഒരുമിച്ച് പോകാം. Inhale and raise your both legs up. Exhale and release. Once again, inhale and raise your both legs up. Exhale and release. നിങ്ങളുടെ കൈ വെച്ച് താഴെ ചെറുതായിട്ട് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പൊക്കുമ്പോൾ inhale and raise your both legs up. Exhale it slowly down. Once again, inhale and raise it up. Exhale and release. ഇനി നിങ്ങളുടെ റൈറ്റ് ലെഗ് ബെൻഡ് ചെയ്യുക and hold it with your hands and bring it close to your chest region. ചെസ്റ്റിന്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിക്കുക. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഇനി നിങ്ങൾ റൈറ്റ് ലെഗ് അതുപോലെ തന്നെ ബെൻഡ് ചെയ്യുക. ചെസ്റ്റിന്റെ അടുത്തേക്ക് പ്രസ് ചെയ്യുക. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. ഇനി അതുപോലെ both legs together bend ചെയ്യുക. Hold it together and bring your head up and try to touch your forehead on the knees. നെറ്റി മുട്ടയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. Maintaining the posture. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Once again, bend your both legs together. Hold it together. Bring your head up and try to touch it. Maintain 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Exhale and release. Relax. രണ്ട് കൈകളും സൈഡിൽ വെക്കുക. കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. And relax your body. Concentrate on breathing. നിങ്ങളുടെ ബോഡിയിലെ ഓരോ സെൽസിനെ അറിയുക. ഓരോ സെൽസിലും വന്ന ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് ഫീൽ ചെയ്യുക. റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് ചെയ്യുക. Relax your mind and body. Stay calm and relaxed. ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് പയ്യെ കൂൾ ഡൗൺ ചെയ്യാനുള്ള ഒരു ടൈമാണിത്. പയ്യെ കൂൾ ആവുന്നത് അറിയുക. ഓരോ സെൽസും റിലാക്സ് ആവുന്നത് അറിയുക. ഓക്കെ, ഇനി നിങ്ങൾ സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് മെല്ലെ എഴുന്നേൽക്കുക. എന്നിട്ട് സിറ്റിംഗ് പോസ്റ്ററിലേക്ക് തിരിച്ചു വരിക. നമ്മൾ ഫസ്റ്റ് ഇരുന്ന പോലെ സിറ്റിംഗ് പോസ്റ്ററിലേക്ക് വരിക. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കുറച്ചു പേരുടെ വീഡിയോ സ്റ്റക്ക് ആണോ തോന്നുന്നു. എല്ലാവരും ഇരുന്നോ? പിന്നെ നമ്മള് പ്രാണായാമസിലേക്ക് കിടക്കുകയാണ്. പ്രാണായാമാസ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ടെക്നിക്സ് ആണ്. ഇത്രയും നേരം നമ്മൾ ചെയ്ത് യോഗ ആസനാസ് ആയിരുന്നു. ഇതിലെ ഏത് ആസനാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നുന്നത്
അത് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രാണായാമാസ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന നാഡി ശുദ്ധി പ്രാണായാമമാണ്. അത് നിങ്ങൾ ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് വിഷ്ണു മുദ്ര. വിഷ്ണു മുദ്ര എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ബെൻഡ് ചെയ്യുക. ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും മാത്രം ബെൻഡ് ചെയ്യുക. എന്നിട്ട് തമ്പ് വെച്ചിട്ട് നിങ്ങളുടെ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യണം. റൈറ്റ് നോസ് ക്ലോസ് ചെയ്യുക തമ്പ് വെച്ചിട്ട്. ലെഫ്റ്റ് ഹാൻഡ് ചിൻമുദ്ര വെക്കുക. നമ്മൾ ഫസ്റ്റ് പിടിച്ച മുദ്രയിൽ തന്നെ വെക്കുക. അത് മുട്ടിന്റെ മേലെ വെക്കുക. റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്തിട്ട് ലെഫ്റ്റിൽ കൂടെ ഇൻഹെയിൽ ചെയ്യുക. അതിനുശേഷം റിംഗ് ഫിംഗർ വെച്ച് ലെഫ്റ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് റൈറ്റ് തമ്പ് വിട്ടിട്ട് റൈറ്റ് നോസ്ട്രിലിൽ കൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുന്നത് ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ എക്സ്ഹെയിൽ ചെയ്യുന്നത് മറ്റേ സൈഡിൽ കൂടെ ആയിരിക്കും. സോ വൺസ് അഗെയിൻ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണേ. കണ്ണുകൾ അടയ്ക്കുക. ഇൻഹെയിൽ ത്രൂ യുവർ ലെഫ്റ്റ് നോസ്ട്രിൽ. Close your left nostril and exhale through your right. Inhale through right. Close it. Exhale through your left. Inhale through your left. Close it. Exhale through your right. Inhale through your right. Close it. Exhale through your left. Inhale through your left. Close it. And exhale through your right. Once again, inhale through your right. Close it. And exhale through your left. Inhale through your left. Close it. Exhale through your right. Last round. Inhale through your right. Close it. Exhale through your left. And release. Bring your hands to Chin Mudra and release. ഇതാണ് നാഡി ശുദ്ധി പ്രാണായാമം. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഭ്രമരി പ്രാണായാമമാണ്. അതിനുവേണ്ടി നിങ്ങൾ തമ്പ് വെച്ചിട്ട് നിങ്ങളുടെ ഇയർ ക്ലോസ് ചെയ്യണം. രണ്ട് ചെവിയും അടയ്ക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗർ നിങ്ങളുടെ ഐബ്രോസിന്റെ താഴെയിട്ട് വെക്കുക. മിഡിൽ ഫിംഗർ കണ്ണിന്റെ താഴെയിട്ട് വെക്കുക. റിംഗ് ഫിംഗർ ചുണ്ടിന്റെ മേലെയായിട്ട് വെക്കുക. ലിറ്റിൽ ഫിംഗർ ചുണ്ടിന്റെ താഴെയായിട്ട് വെക്കുക. നിങ്ങളുടെ ഫേസിൽ ആയിരിക്കണം നിങ്ങളുടെ ബാക്കി ഫിംഗേഴ്സ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഇൻഡെക്സ് ഫിംഗർ ഐബ്രോസിന്റെ താഴെ, മിഡിൽ ഫിംഗർ കണ്ണിന്റെ താഴെ, റിംഗ് ഫിംഗർ നിങ്ങളുടെ ചുണ്ടിന്റെ മേലെ, ലിറ്റിൽ ഫിംഗർ ചുണ്ടിന്റെ താഴെയായിട്ട് നിങ്ങളുടെ ഫേസ് ഫുൾ ആയിട്ട് ഫിംഗേഴ്സ് ഇരിക്കും. ആൻഡ് തം ഫിംഗർ വെച്ച് നിങ്ങൾ ഇയേഴ്സ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇൻഹെയിൽ മൂക്കിൽ കൂടി ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്ന സമയത്ത് ഹമ്മിങ് ബീ സൗണ്ട് എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ സൗണ്ട് ഇല്ലേ, തേനീച്ച മൂളുന്ന സൗണ്ട്, അതുപോലെ ഹമ്മിങ് ബീ സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ കണ്ണടച്ച് ഇയേഴ്സും ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ. ഇൻഹെയിൽ ത്രൂ യുവർ നോസ്ട്രിൽസ്. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ വൈബ്രേഷൻ കൊണ്ടുവരിക. Once again, inhale. Once again, inhale. Last round, inhale.
Now release your hands. ആ വൈബ്രേഷൻ ഫീൽ ചെയ്തോ നിങ്ങൾക്കുള്ളില്? ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിലാക്സേഷൻ കിട്ടും. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന യോഗിക് ബ്രീത്തിങ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ചെസ്റ്റിൽ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് നിങ്ങളുടെ അബ്ഡോമനിൽ വയറിന്റെ അവിടെ പിടിക്കുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഈ ചെസ്റ്റും അബ്ഡോമനും പുറത്തേക്ക് വികസിക്കുന്നതായിട്ട് അറിയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ ബലൂൺ വീർപ്പിക്കുമ്പോൾ കാറ്റുള്ളിലേക്ക് വരുമ്പോൾ അത് വീർത്ത് വരില്ലേ, അതുപോലെ നമ്മുടെ ചെസ്റ്റും വയറും വീർക്കുന്നത് അറിയുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് ചുരുങ്ങുന്നത് അറിയുക. ആ മൂവ്മെന്റ് നിങ്ങൾ ഫീൽ ചെയ്യണം. കണ്ണടച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് റൈറ്റ് ഹാൻഡ് ചെസ്റ്റിൽ പിടിക്കുക, ലെഫ്റ്റ് ഹാൻഡ് വയറിൽ പിടിക്കുക. കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. കാലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാം. കണ്ണുകൾ അടച്ച് ഇൻഹേൽ, ചെസ്റ്റും വയറും വികസിക്കുന്നത് അറിയുക. എക്സ്ഹേൽ, അതുപോലെ ചുരുങ്ങുന്നത് അറിയുക. Once again, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale, inhale, exhale. Last round. Inhale, exhale. Release your hands. Just expand ചെയ്യുന്നതും റിലാക്സ് ആവുന്നതും മനസ്സിലായില്ലേ? അത് ഫീൽ ചെയ്യുക. നിങ്ങൾ ഒത്തിരി, ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മൈൻഡ് കാം ആവണമെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമസ് ആണ്. ഫസ്റ്റ് നമ്മൾ ചെയ്ത നാഡീശുദ്ധി പ്രാണായാമം, ഇപ്പൊ നമ്മൾ ചെയ്ത യോഗിക് ബ്രീത്തിങ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഡെയിലി എന്ന പോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന പ്രാണായാമാസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത ആസനാസില് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ആസനാസും അതുപോലെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നമ്മുടെ സെഷന്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ് പോകുന്നത്. അതൊരു മെഡിറ്റേഷൻ ആയിരിക്കും. നമ്മൾ ശവാസനത്തിൽ കിടന്നിട്ടായിരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നത്. ശവാസനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാറ്റിൽ കിടന്നില്ലേ, മലന്ന് കിടന്നില്ലേ, അതാണ് ശവാസനം എന്ന് പറയുന്നത്. സോ എല്ലാവരും മാറ്റിൽ കിടക്കുക. രണ്ട് കൈയും ബോഡിയുടെ സൈഡിലായിട്ട് വെക്കുക. കാല് സ്ട്രെച്ച് ചെയ്ത് വെക്കുക. റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. കാലും കൈയും തലയും കംപ്ലീറ്റ്ലി ബോഡി റിലാക്സ്ഡ് ആയിട്ട് വെക്കുക. കണ്ണുകൾ അടയ്ക്കുക. Inhale deeply and slowly. നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്വാസം മൂക്കിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനായി സ്പ്രെഡ് ആവുന്നത് അറിയുക. മൂക്കിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ചെസ്റ്റിലെത്തി അവിടുന്ന് ഓരോ പേശികളിലേക്കും ഓരോ മസിൽസിലേക്കും ഓരോ സെൽസിലേക്കും ആ ശ്വാസം എത്തുന്നത് അറിയുക. നിങ്ങളുടെ തല മുതൽ പാദം വരെ ആ ശ്വാസം എത്തുന്നത് അറിയുക. അതിനുശേഷം അവിടെ നിന്ന് തിരികെ ഈ പോയ വഴിയിലൂടെ എല്ലാം തിരികെ വന്ന് നിങ്ങളുടെ മൂക്കിലൂടെ തന്നെ അത് പുറത്തേക്ക് പോകുന്നത് അറിയുക. ഓരോ തവണ നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴും എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും ഇതേ പ്രക്രിയ നടക്കുന്നത് നിങ്ങൾ അറിയുക. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, inhale, exhale. ഓരോ തവണ നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിന്റെ ഒപ്പം നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി
നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് അറിയുക. അതൊരു മഞ്ഞ വെളിച്ചമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അറിയുക. അത് നിങ്ങളുടെ ഉള്ളിലെത്തി നിങ്ങളുടെ ഓരോ ഭാഗങ്ങളിലേക്കും മെല്ലെ മെല്ലെ സ്പ്രെഡ് ആവുന്നത് അറിയുക. ആദ്യം മൂക്കിലൂടെ പ്രവേശിച്ച് നിങ്ങളുടെ ചെസ്റ്റിലെത്തി അവിടെ നിന്ന് ഓരോ ഭാഗത്തേക്കും നിങ്ങളുടെ കൈകളിലേക്കും കാലുകളിലേക്കും തലയിലേക്കും ആ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ആവുന്നത് അറിയുക. മെല്ലെ മെല്ലെ അത് നിങ്ങളുടെ ഓരോ സെൽസിലേക്കും എത്തുന്നത് അറിയുക. ആ പോസിറ്റീവ് എനർജി നിങ്ങൾ ഫീൽ ചെയ്യുക. പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിന് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അറിയുക. നിങ്ങളുടെ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന്റെ ഒപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നത് അറിയുക. ഓരോ ഇൻഹലേഷനിലും ഓരോ എക്സലേഷനിലും ഇതുപോലെ പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരികയും നിങ്ങളുടെ ശരീരത്തെ മുഴുവനായി പോസിറ്റീവ് ആൻഡ് റിലാക്സ്ഡ് ആക്കി നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും, നിങ്ങളുടെ പേടികളാവട്ടെ, ടെൻഷൻസ് ആവട്ടെ, സങ്കടങ്ങളാവട്ടെ, എല്ലാ നെഗറ്റിവിറ്റീസും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അറിയുക. ഓരോ ബ്രീത്തും നിങ്ങളെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുക. ഓരോ ബ്രീത്തിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതിലൂടെ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും കംപ്ലീറ്റ്ലി പ്യൂരിഫൈ ആക്കുന്നത് അറിയുക. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, exhale, inhale, exhale. നിങ്ങളുടെ മനസ്സിപ്പോ വളരെയധികം ശാന്തമാണെന്ന് അറിയുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ മസിൽസും റിലാക്സ്ഡ് ആണെന്ന് അറിയുക. നിങ്ങൾ ഈ ദിവസത്തെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഉള്ളത്. നിങ്ങളുടെ ശരീരം മുഴുവനായും കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് അറിയുക. നിങ്ങളൊരു പൂന്തോട്ടത്തിലാണെന്ന് സങ്കല്പിക്കുക. ചുറ്റും പൂക്കൾ, അതിൻ്റെ അടുത്തൊരു ചെറിയ പുഴയുണ്ടെന്ന് അറിയിക്കുക. ചെറിയതായി കാറ്റ് വരുന്നത് അറിയുക. നിങ്ങളുടെ ശരീരത്തെ ആ കാറ്റ് തൊട്ട് തലോടി പോകുന്നത് അറിയുക. ഓരോ പൂക്കളെയും നിങ്ങൾ നോക്കിക്കാണുന്നത് അറിയുക. ആ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ സൗണ്ട് നിങ്ങളുടെ ചെവിയിലെത്തുന്നത് അറിയുക. നിങ്ങളുടെ മനസ്സ് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തന്ന ഒരു കാഴ്ച നിങ്ങൾ അവിടെ കാണുന്നത് അറിയുക. കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ് നിങ്ങൾ. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആൻഡ് ഹാപ്പി ആയത് അറിയുക. നിങ്ങളൊരു വളരെ ശാന്തമായ അന്തരീക്ഷത്തിലാണ്. ആ കാറ്റിനെ അറിയുക. അവിടെയുള്ള ചുറ്റുമുള്ള ശബ്ദത്തെ അറിയുക. ഓരോ ശബ്ദവും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നത് അറിയുക. നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവുന്നത് അറിയുക. You are in the most happiest state of your mind and body. You are so happy and relaxed. And your body is full of energy. Your body is filled with positive energy. And your body is ready for a new beginning. You are completely relaxed and calm. നിങ്ങളുടെ ഓരോ മസിൽസും ഓരോ സെൽസും നിങ്ങളൊരു പുതിയ തുടക്കത്തിനായി തയ്യാറെടുക്കുന്നു എന്ന് അറിയുക. ഓരോ സെൽസും റിലാക്സ്ഡ് ആവുന്നത് അറിയുക. And your mind is completely free of all the negativities.
നിങ്ങളുടെ എല്ലാ പേരുകളും എല്ലാ സങ്കടങ്ങളും നിങ്ങളെ വിട്ടുപോയെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കംപ്ലീറ്റ്ലി കാം ആൻഡ് റിലാക്സ്ഡ് ആണെന്നത് അറിയുക. നിങ്ങളുടെ ഉള്ളിലെ ആ സന്തോഷം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിലെ ഓരോ സെൽസും ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുക. ആ പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് വരിക. നിങ്ങൾ പുഞ്ചിരിക്കുക. ഈ ഹാപ്പിനെസ്സും ഈ സന്തോഷവും നിങ്ങളുടെ ചുറ്റും വരുന്ന ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഇനി മുന്നോട്ടുള്ള ഓരോ ദിവസത്തെയും നിങ്ങൾ ആ സന്തോഷത്തോടെ ആ കോൺഫിഡൻസോടെ കാണുമെന്ന് തീരുമാനമെടുക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ സന്തോഷവും ആ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുമെന്ന് തീരുമാനിക്കുക. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുക. And your body is completely relaxed and calm. You are in a state of meditation. You are in a state of peace and happiness and calmness. നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതിൽ ഏറ്റവും സന്തോഷവും ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് ആണിതെന്ന് അറിയുക. ഈ മൊമെന്റ് ഇനി ജീവിതത്തിൽ മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് അറിയുക. ഇതിനി എപ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന് അറിയുക. നിങ്ങൾക്ക് എപ്പോ ടെൻഷൻ തോന്നുമ്പോഴും ദേഷ്യം തോന്നുമ്പോഴും സങ്കടം തോന്നുമ്പോഴും ഈ മൊമെന്റ് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ മൊമെന്റ് നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. Feel the relaxation and feel the calmness of your body. Now once again, inhale deeply and slowly. Exhale it out completely. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. And now you're completely relaxed. Now rub your palms together and keep it over your eyes. And feel the warmth over your eyes. Once again, rub your palms together. Keep it over your face and spread this warmth to your face. Once again, rub your palms together. Keep it over your eyes and feel the warmth. Now slowly open your eyes with a happy face. Now we are completely relaxed and calm. ഈ കയ്യെ സൈഡിലേക്ക് ചെരിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. റിലാക്സ്ഡ് ആയി. എല്ലാരും കാം ആൻഡ് റിലാക്സ്ഡ് ആയോ? നീ മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചോ കേട്ടോ. എല്ലാവരും റിലാക്സേഷൻ കിട്ടിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല മാം. ഓക്കെ, നിങ്ങക്ക് പ്രാണായാമസ് ഒക്കെ മനസ്സിലായില്ലേ? ഡെയിലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. ആ മുദ്രാസ് ഒക്കെ മനസ്സിലായില്ലേ? കൈ എങ്ങനെ പിടിക്കണം, എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ആസനാസും പ്രാണായാമാസും നിങ്ങൾക്ക് ഡെയിലി ചെയ്യാതെ, ഡെയിലി പഠിക്കുന്നതിന് മുന്നായിട്ടോ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോഴോ എപ്പോഴാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ കൂടി പഠിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മൈൻഡിലേക്ക്
നമ്മുടെ മൈൻഡ് കാം ആൻഡ് റിലാക്സ്ഡ് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ മനസ്സിലിരിക്കുള്ളൂ. അത് നമുക്ക് പിന്നെ റിപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അത് മനസ്സിൽ പതിഞ്ഞാലേ നമുക്ക് പിന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു നിങ്ങളൊരു കാം സ്റ്റേറ്റിലാണെങ്കിലാണ് നമ്മുടെ മൈൻഡിനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. പഠിക്കുന്നതെല്ലാം ഓർത്തിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഒന്ന് പറയാവോ ഓരോരുത്തരും എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്? ക്ലാസ് എങ്ങനെയായിരുന്നു? ഓരോരുത്തരായിട്ടൊന്ന് പറയാവോ? എന്തോ? നല്ല റിലീസിങ് ഫീൽ ചെയ്തു. പിന്നെ നല്ല എക്സസൈസ് പോലെയും തോന്നി. ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യൂ ഇനി? പ്രാക്ടീസ് ചെയ്യാം. ഇനി വേറെ ആർക്കെങ്കിലും? നല്ലായിരുന്നോ? ചെയ്യാൻ പറ്റുമോ? എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഏതെങ്കിലും ആസനാസ് നിങ്ങൾക്ക് ചെയ്തപ്പോ ഡൗട്ട് തോന്നിയെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. നിങ്ങളുടെ സാറുമാരോട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, മേഡത്തിന് താങ്ക് യു പറയുന്നത് സാർ പറഞ്ഞോളൂ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, പിന്നെ മുമ്പ് ചെയ്തതിൽ നിന്നും കുറെ ഡിഫറൻസ് തോന്നി ഇത് ചെയ്തപ്പോ. ഓക്കെ, താങ്ക് യു മാം. നിങ്ങൾ വളരെ അറ്റൻറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ നല്ലപോലെ ചെയ്തു. എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. താങ്ക് യു എവ്രി വൺ. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ മാം. ഹലോ മാം. ഹലോ. ഇടയ്ക്ക് എനിക്ക് ശവാസനം കിട്ടിയില്ല, എന്നാലും ഇത്രയും നേരം കിട്ടിയതും അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് കേൾക്കാൻ പറ്റിയില്ലേ? എന്താ പറ്റിയ അതിന്റെ ഇടയ്ക്ക്? ചാർജ് തീർന്നു പോയി. ഓക്കെ, കുഴപ്പമില്ല. റിലാക്സ്ഡ് ആയിട്ട് തോന്നിയോ? ഓക്കെ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണേ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ഫോർ ഗുഡ് സെഷൻ വേണ്ടിയിട്ട്. താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ then.